വേണ്ടത്ര സുരക്ഷിതത്വമില്ല. കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല അകത്തിരുന്നാൽ പുറത്ത് എന്താണ് നടക്കുന്നത് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിന്റെ ക്യാമറയും. വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാൽ മതി. മതിൽ കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണം. എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിട്ടിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യും, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിരുന്നു. സത്യമായിട്ട് ഇത് തന്നെ ഞാൻ പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിട്ടെ. അമേരിക്കയെ പറ്റി എന്താണ് നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ കുറച്ചാൽ അയൽപക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസ് നഷ്ടപരിഹാരം വേറെ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ അവിടെ ഏറ്റിട്ടില്ല. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ആയിട്ടില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറി പോയി ഞങ്ങൾ എന്ത് ചെയ്യും? ആയിരിക്കും. എനിക്കറിയാം, മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആര് ഓടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റ്. കുറ്റവാളികൾ ഹെലികോപ്റ്റർ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവർ ബോട്ടിലാണ് പോകുന്നല്ലോ. ഞാൻ ഈ ബോട്ട് കൊണ്ടു മുറ്റത്ത് കെട്ടിയിരുന്നു.